ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 8-10 വയസ്സ് പ്രായമുള്ള കുട്ടീൻ്റെ ഒരു ഫുൾ ലെങ്ത് ഉടുപ്പാണ്, സ്ലീവ്ലെസ് ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കാണാം. അപ്പോൾ അതിന് മുമ്പേ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് കാണാം. ഈ ഉടുപ്പ് തയ്ക്കാനായിട്ട് നമുക്ക് 1.5 മീറ്ററാണ് തുണി വേണ്ടത്. അപ്പോൾ ഇതൊരു ബനിയൻ ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ്. ഇതൊരു ഗ്ലേസിങ് ഉള്ളൊരു ബനിയൻ ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 23 ഇഞ്ചാണ്. നടുമടക്കിയതിന് ശേഷം 23 ഇഞ്ച് എടുക്കുന്നത്. ലെങ്ത്ത് എടുക്കുന്നത്, ഈ കുട്ടീൻ്റെ ലെങ്ത്ത് നമുക്ക് ഞെറിവ് വെച്ച് വരുമ്പോൾ കുറച്ച് ഏറെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഞെറിവിൻ്റെ ഇറക്കം കുറച്ചിട്ട് എടുക്കുന്നത് 33 ഇഞ്ചാണ് കേട്ടോ. അപ്പം നമുക്ക് ഞെറിവ് വെക്കുമ്പോൾ താഴേക്ക് ഞെറിവ് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ലെങ്ത്ത് കൂടും. അപ്പോൾ 32-33 ഇഞ്ചിൽ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഒന്ന് ഈ ഇറക്കം അളന്നെടുത്തതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ വിടുത്ത് നോക്കിയിട്ട് കട്ട് ചെയ്യുക. 23 ഇഞ്ച് നടുമടക്കിയിട്ടാണ് നമ്മൾ വിടുത്തെടുത്തത്. അങ്ങനെ ഈ വരച്ച അളവിലൂടെ നമ്മളത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള അളവുകളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഇതങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടുമടക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ 4ആയി മടക്കി വെച്ചു കേട്ടോ. അത് നമ്മൾ 2ആയിട്ടാണ് മടക്കി വെച്ചത്. അങ്ങനെയാണ് നമ്മൾ 23 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ 4ആയി മടക്കി വെച്ചതിന് ശേഷം ഇറക്കം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗം വരുന്നത് 2.25 ഇഞ്ച് വിടുത്താണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ മടക്കി വെച്ച ഭാഗത്തു നിന്ന് 2.25 എടുക്കുന്നത്. പിന്നെ ആ 2.25ൻ്റെ ഭാഗത്തു നിന്ന് 4 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട്. പിന്നെ കൈക്കുഴി എടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ കോളർ വെക്കുന്നതുകൊണ്ടാണ് ഈ 2.25 ഇഞ്ച് വീതി എടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവെടുക്കാം. ചെസ്റ്റ് എടുക്കുന്നത് 9 ഇഞ്ചാണ്. 4 ഭാഗമാണ് എടുക്കുന്നത്. നമ്മൾ മടക്കി വെച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ 9 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലൈൻ ചുരിദാറൊക്കെ തയ്ക്കൂലേ, ആ കട്ടിങ്ങാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ കഴുത്തിൻ്റെ ഭാഗം 1/2 ഇഞ്ചൊന്ന് വെട്ടുണ്ട് കേട്ടോ. നമ്മൾ കോളർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ വരച്ച അതിലൂടെ 9 ഇഞ്ചിൽ പിന്നെ താഴേക്ക് അങ്ങനെ വിടുത്ത് ആ കറക്റ്റ് നമ്മൾ 23 ഇഞ്ചാണല്ലോ എടുക്കുന്നത്. നടുമടക്കിയിട്ട് നമ്മൾ എടുത്ത് 23 ഇഞ്ച്. അപ്പോൾ അതേ അളവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഭാഗം ബാക്കിലുള്ള ഭാഗം മാത്രം എടുത്തിട്ട് നമുക്ക് സിബിനായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സിബിൻ്റെ അളവിനനുസരിച്ച് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ ഞെറി വെക്കണമല്ലോ. താഴെ നമ്മൾ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞെറി വെക്കണ്ടേ. അപ്പോൾ ആ പീസൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ള പീസിൽ നിന്ന് നമ്മൾ നടുമടക്കി എടുത്തതിന് ശേഷം ഇതിപ്പോൾ 13 ഇഞ്ചുണ്ട്. അങ്ങനെ 12 ഇഞ്ചായിട്ട് 12.5 ഇഞ്ചായിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളെ പീസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സിബിൻ്റെ അളവിനനുസരിച്ച് ബാക്കിൽ ഓപ്പണിങ്ങിൻ്റെ അവിടെ നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ സിബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഞെറിവിനുള്ള പീസ് ഉണ്ടല്ലോ, അതിപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഒന്ന് ചെറിയ ചുരുക്കിട്ടിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ ഇങ്ങനെ താഴ്ഭാഗത്ത് ഞെറിവ് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഞെറിവ് വെക്കണേ. അപ്പോൾ നമ്മളിത് സിബ് തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ബാക്കിൽ മാത്രം അങ്ങനെ സിബ് തയ്ച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഈ ഞെറിവും ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ ഞെറിവ് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുന്നിലും ബാക്കിലൊക്കെ ചെറുതായിട്ട് ഞെറിവിട്ടിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമുക്ക് മടക്കി തയ്ക്കുമ്പം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഷോൾഡറും കൂടി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രസ്സിന് പിന്നെ ചെയ്യാനുള്ളത് കോളർ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ഷോൾഡറും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ, ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കോളർ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സിബിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ ഒന്ന് അളന്നെടുക്കുക. നമ്മൾ 2 സിബും കൂടി തുറക്കണ ഭാഗം ഉണ്ടല്ലോ, അവിടെ വരെ അളന്നെടുത്താൽ നമുക്ക് 11.5 ഇഞ്ച് വരുന്നുണ്ട്. ആ നീളത്തിൽ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും.
ആ അളവിലൊരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കോളറും കൂടി തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ. നീളത്തിലൊരു പീസ് കട്ട് ചെയ്യുക, എന്നിട്ട് കോളർ തയ്ച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മടക്കി തയ്ച്ചാൽ മാത്രം മതി. കോളർ തയ്ക്കണമൊക്കെ നമ്മൾ വേറെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത് കേട്ടോ. നമ്മൾ ഉടുപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് കൈക്കുഴീൻ്റെ ഭാഗം തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റിൻ്റെ പീസ് എടുത്തിട്ട് ക്രോസിൽ കട്ട് ചെയ്തിട്ട് നമ്മളത് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കൈക്കുഴീൻ്റെ ഭാഗത്തേക്കൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ നെറ്റിൻ്റെ പീസാണ് നമ്മൾ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുന്നത്. കൈക്കുഴീൻ്റെ ഭാഗം മടക്കി തയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് 2 കൈക്കുഴീൻ്റെ ഭാഗത്തും ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. കൈ വെക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് പീസ് എടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് പ്രസ് ചെയ്തിട്ട്, അതായത് പതിച്ചൊന്ന് തയ്ച്ചു കൊടുക്കുക. എന്നാൽ ഈ തയ്യൽ തുമ്പൊന്നും ഉള്ളിലേക്ക് കാണില്ല. ഇപ്പോൾ കണ്ടോ, നമ്മളൊക്കെ കൈക്കുഴിയൊക്കെ തയ്ച്ച് കഴിഞ്ഞു, ഉള്ളിലേക്കൊക്കെ മറിച്ചിട്ടൊക്കെ തയ്ച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കാണുമ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഉൾഭാഗം എടുത്തിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം കുട്ടിക്ക് എത്രയാണോ അളവ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ അളന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് 15 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത് 15 ഇഞ്ചിലാണ്. അപ്പോൾ അങ്ങനെ 2 ഭാഗത്തും അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് താഴെ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ആ ഞെറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് താഴെ വരെ തയ്ച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സൈഡൊക്കെ 2 സൈഡും തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ താഴേക്കായിട്ട് ഒരു 11.5 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. അത് നമ്മൾ 2 സൈഡിലായിട്ട് ഒരു ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്, 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തയ്ച്ചതിന് ഷോൾഡറിൻ്റെ താഴേക്കായിട്ട് 11.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ആ തയ്ച്ചതിന് ഇപ്പുറത്തേക്കായിട്ട് 4.5 ഇഞ്ചും കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇലാസ്റ്റിക് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യാണ്. 4.5 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 പീസ് കട്ട് ചെയ്തെടുത്താൽ 2 സൈഡിലായിട്ട് വെക്കും. ഫ്രണ്ടിലും ബാക്കിലും വരുന്ന രീതിയിലാണ് ഇത് ഇലാസ്റ്റിക് വരിക. ഇനി ഈ ഉടുപ്പൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഈ 4.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയല്ലോ തയ്ച്ചതിൻ്റെ അപ്പുറത്തേക്കായിട്ട്, അങ്ങനെ 2 സൈഡിലായിട്ട് ഈ തയ്ച്ചതിൻ്റെ അപ്പുറത്തായിട്ട് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അതിലൂടെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്നാണ് ഇപ്പുറത്തേക്ക് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇത് അവിടെ നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ചിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമ്മളെ കുട്ടീൻ്റെ ഹിപ്പിൻ്റെ 2 സൈഡിലായിട്ടും വരും ഈ തയ്ച്ച ഇലാസ്റ്റിക് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് തയ്ക്കുന്ന രീതി ഇങ്ങനെയാണ്. ആദ്യം തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിങ്ങനെ ഇലാസ്റ്റിക് തയ്ച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഈ ഉടുപ്പിൻ്റെ 2 സൈഡിലായിട്ട് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന രീതിയിൽ നമുക്ക് ഈ ഇലാസ്റ്റിക് തയ്ച്ചു കൊടുക്കാം. നമുക്ക് 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കോ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇത് തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. 2 സൈഡിലും മാത്രമായിട്ടാണ് ഇങ്ങനെ വരിക. നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള പീസ് എടുത്തിട്ട് അത് നടുമടക്കിയിട്ട് മറിച്ചെടുക്കുക. അതായത് നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഉള്ളിൽ തയ്ക്കണമല്ലോ, എന്നാലും മറിച്ചെടുക്കുമ്പോൾ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ ഞാൻ കിട്ടും കേട്ടോ. ഒരു 5.5 ഇഞ്ച് വീതിയൊക്കെ എടുത്താൽ നീളം കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ള പീസാണ് നമുക്ക് കിട്ടുന്നത്. ഈ പീസാണ് നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വെക്കേണ്ടത്. കഴുത്തിൻ്റെ താഴേക്കായിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഷോൾഡറിൻ്റെ താഴത്തേക്ക് ഒരു 5-5.5 ഇഞ്ച് ലെങ്ത്തൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം. നമുക്കങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇനി സെൻറ്റർ ഭാഗം ആണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ തുണീൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ചുരുക്കി വെച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒരു പിന്നി വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ്. ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പിന്നി വെച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പിന്നി വെച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുന്നാനൊക്കെ എളുപ്പമായിരിക്കും. ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചൊരു 1/2 ഇഞ്ച് ഒന്ന് വിട്ടിട്ട് നമുക്ക് ആ കൈക്കുഴീൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പിന്നി വെച്ചിട്ട് കുത്തി കൊടുക്കാം. അവിടെയൊക്കെ തുന്നി കൊടുക്കാനുള്ളതാണ്.
ഇതുപോലെ എല്ലാ സൈഡിലും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ തുന്നി കൊടുക്കുക. ജസ്റ്റ് പിന്നെ വെച്ച് കുത്തിയതിന് ശേഷം പിന്നെ തുന്നി കൊടുത്താലും മതി. ഇനി ഈ കൈയിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ വിട്ടതിന് ശേഷം ഇങ്ങനെ സിബിൻ്റെ ഭാഗത്തേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവിടെയും തുന്നുക. ഇതാ 2 കൈയും ഇതുപോലെ തന്നെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഉടുപ്പ് ഇങ്ങനെയാണ് ഇട്ടുണ്ടാവുക. ഞെറിവൊക്കെ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഞെറിവൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാനും ആ തുന്നിയ ഭാഗത്ത് നമുക്ക് ഷോ ബട്ടൺ കൊടുക്കാനും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, സെൻറ്റർ ഭാഗം ഞാൻ ഒരു റെഡ് ഷോ ബട്ടനാണ് വെച്ച് കേട്ടോ. ഈ ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് നമുക്ക് ഷോ ബട്ടണൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഉള്ള ബട്ടൺ വെച്ചിട്ട് തുന്നി കൊടുത്തതാണ്. നമുക്കങ്ങനെ ഷോപ്പിലൊന്നും പോയി വാങ്ങാൻ കഴിയണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷോ ബട്ടനൊക്കെ കിട്ടിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സെൻറ്ററിലൊന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിൻ്റെ ഭാഗത്ത് ആ തുന്നിയ ഭാഗത്തൊക്കെ ഷോ ബട്ടന് വെച്ചിട്ട് ഒന്ന് ഭംഗി കൂട്ടുക കേട്ടോ. അങ്ങനെ നമ്മളെ ഉടുപ്പ് സെറ്റായി കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടോ, സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെയാണല്ലോ സ്ലീവ് വരിക. ബാക്ക് സൈഡിലും നമുക്ക് ഇങ്ങനെ തന്നെ തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഉടുപ്പാണ് കേട്ടോ. എളുപ്പം ചെയ്യാൻ പറ്റിയ ഉടുപ്പാണ്. ഈ സ്ലീവ് വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കൈക്കുഴിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നെക്ക് കണ്ടോ, ബാക്കിലും ഞാനിങ്ങനെ ഷോ ബട്ടന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ജോയിൻ ചെയ്ത് വരുന്ന ഭാഗത്തൊക്കെ ഷോ ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉടുപ്പ് സെറ്റായി കഴിഞ്ഞു. നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ്. ഈ ക്ലോത്തിൻ്റെ ഭംഗിക്കനുസരിച്ച് നമ്മളെ ഉടുപ്പിൻ്റെ ഭംഗി മാറും കേട്ടോ. നല്ലൊരു ഗ്ലേസിങ്ങുള്ളൊരു ക്ലോത്ത് ചെയ്യുന്നു. അപ്പോൾ നല്ല എളുപ്പം തയ്ക്കാൻ പറ്റിയ ഉടുപ്പാണ്. നമ്മൾ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ ഈ ഫുൾ ലെങ്ത് തന്നെ വേണമെന്നില്ല, ചെറിയ ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ്. ഇതിൻ്റെ വേറെ ഞെറിവൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉടുപ്പ് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കും ഒക്കെ തയ്ച്ചു കൊടുക്കാൻ പറ്റിയ ഉടുപ്പാണത്. ഇത് കുറച്ചും കൂടി വലിയ കുട്ടിയായതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.